ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെരി വെൽ ദീസ് ഡേയ്സ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട് കാണാതിരുന്നതും ന്യൂസ് അനാലിസിസ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ പോയിരുന്നതും. അപ്പോൾ ഇന്നലെ നമുക്കൊരു ബ്രേക്ക് വന്നു 31 ഓഗസ്റ്റിന്. സോ അത് നമുക്കൊന്ന് പാച്ചപ്പ് ചെയ്ത് പോകണം. കാരണം അന്നത്തെ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ വിട്ട് കളഞ്ഞുകൊണ്ടാകരുത് നമ്മളുടെ മുന്നോട്ടുള്ള ഒരു യാത്ര പോകേണ്ടത്. സോ ഞാനൊന്ന് ബ്രീഫായിട്ട് കഴിഞ്ഞ ദിവസം 31 എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കും. ദെൻ ഇന്നത്തെ ന്യൂസ് ഓഗസ്റ്റ് 1 ന്യൂസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ഒരു മാറ്റവുമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും അനലൈസ് ചെയ്ത് പോകും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കാരണമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാതെ വന്നത്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ന്യൂസാണ്. ഏതാണ്? നിസാർ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ്. നാസ ISRO സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എവിടേക്കാണ് വിട്ടത്? നമ്മൾ ലോ എർത്ത് ഓർബിറ്റിലേക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ടുണ്ടോ? ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനിലും ഒരു എഡിറ്റോറിയൽ നിസാർ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നിസാർ സാറ്റലൈറ്റിനെ കുറിച്ചിട്ട് ഒന്നും കൂടി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ലോ എർത്ത് ഓർബിറ്റ് 98 ഡിഗ്രി ആംഗിളിലാണ് നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സൺ സിൻക്രണസ് ഓർബിറ്റ് എന്താണ് എന്നുള്ളത് നോക്കണം. പിന്നെ വേറെ എന്താണ് നമ്മൾക്ക് അവിടെ നോക്കാനായിട്ടുള്ളത്? വേറെ ഏത് വെഹിക്കിളാണ് വിട്ടത് എന്നുള്ളത്? ഏതാണ്? GSLV. ഏതാണ്? ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ജിയോ പൊളിറ്റിക്സ് ഓഫ് ദ വേൾഡിന്റെ ജിയോ പൊളിറ്റിക്സിനെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ന്യൂസാണ് ട്രംപ്സ് 25% താരിഫ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഓയിൽ ഉടമ്പടിയും ഓയിൽ കരാറും ഒക്കെ കാരണം USA ഇന്ത്യക്ക് ഒരു 25% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ 25% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. 25% മാത്രമല്ല, പ്ലസ് ഒരു പെനാലിറ്റി കൂടി. അഡീഷണൽ എത്ര നിങ്ങൾ വാങ്ങുന്നുണ്ടോ ഓയില്, റഷ്യയുടെ കയ്യിൽ നിന്ന് എത്ര നിങ്ങൾ വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പ്ലസ് ഒരു പെനാലിറ്റി കൂടി നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് നാളായിട്ട് നമ്മളുടെ ഈ നയര പെട്രോൾ പമ്പില്ലേ, നയര ഒരു നീല കളറിലെ നമ്മളുടെ പെട്രോൾ അടിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന നയര പെട്രോൾ പമ്പ്, അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ആരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? റഷ്യയുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കമ്പനി. സോ ഈ ഒരു കമ്പനിക്കെതിരെയായിട്ട് കുറച്ച് നാളായിട്ട് US അടക്കമുള്ള ചില രാജ്യങ്ങൾ സാങ്ഷനുകൾ പ്രഖ്യാപിക്കുകയും ചില റെസ്ട്രിക്ഷനുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബാക്കി പത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതുവരെ മുന്നേ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു. ഞങ്ങൾ 25% താരിഫ് അടിച്ചു തരും എന്ന് പറയുന്നത്. അത് ഓഗസ്റ്റ് 1 മുതൽ, അതായത് ഇന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. സോ ആ ന്യൂസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഞാനിങ്ങനെ ന്യൂസ് ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയ്ക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. റിമെമ്പറിംഗ് ഷഹീദ് ഉദ്ധം സിംഗ്. ഗവൺമെന്റ് ഓഫ് ഹരിയാനയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഈ ഷഹീദ് ഉദ്ധം സിംഗിന്റെ റിമെമ്പറൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആരാണ് ഈ ഷഹീദ് ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഭഗത് സിംഗിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്, then ആരെ കുറിച്ച്? ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ധൈര്യവാനായിട്ടുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു. നമ്മളുടെ മോഡേൺ ഇന്ത്യൻ സ്ട്രഗിൾ അല്ലെങ്കിൽ നമ്മളുടെ നാഷണൽ സ്ട്രഗിൾ കണ്ട ഏറ്റവും വിപ്ലവകാരിയായിട്ടുള്ള, ഭഗത് സിംഗിനോടൊപ്പം നിൽക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം എന്താ ചെയ്തേ? നമ്മളുടെ ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്ന ഓർക്കുന്നുണ്ടോ? എന്നാണത് ജാലിയൻ വാലാബാഗ് മസാക്കർ? 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നതായ ഒരു ഏപ്രിൽ 13 യോടനുബന്ധിച്ചിട്ടാണ് ഈ തരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഏപ്രിൽ 19 ആയപ്പോഴേക്കും ശക്തമായത് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. സോ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലെ അന്നത്തെ പഞ്ചാബിന്റെ ഗവർണർ ആയിരുന്ന മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന ആളെ ലണ്ടനിൽ പോയി വധിച്ച വിപ്ലവകാരിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ ഷഹീദ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ഇവിടെ നിന്ന് കപ്പൽ കയറിയിട്ട് ലണ്ടനിലേക്ക് പോവുകയും ലണ്ടനിൽ വേഷം മാറി നടക്കുകയും ഒരു തോക്ക് സംഘടിപ്പിച്ച് വെച്ചിട്ട് അദ്ദേഹം ഒരു
ഓഡിറ്റോറിയത്തിൽ ഈ ജനറൽ മൈക്കിൾ ഓഡയർ വരുന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തിന് നേരെ 2 വെടിയുതിർക്കുകയാണ്. അദ്ദേഹം ഓടിയൊന്നുമില്ല. വെടിയുതിർത്തതിനു ശേഷം അദ്ദേഹം അവിടെ തന്നെ നിന്നു. എന്നിട്ട് എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും ഈ നമ്മളുടെ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉറ്റവരും ഉടയവരവും എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മസാക്കർ തന്നെയായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അവിടെ 2 ഡയേഴ്സ് ഉണ്ട്. ഒന്ന് റെജിനാൾഡ് ഡയറും ദെൻ അന്നത്തെ പഞ്ചാബിന്റെ ഗവർണറായിട്ടുണ്ടായിരുന്ന മൈക്കിൾ ഓ ഡയർ. ഓക്കെ, അതിൽ ഈ മൈക്കിൾ ഓ ഡയറിനെയാണ് ഇദ്ദേഹം പോയിട്ട് വധിക്കുന്നത്. ദെൻ മലയാളത്തിലൊരു കഥാപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഈ ഉദ്ധം സിംഗിനെ കുറിച്ചിട്ട് മലയാളത്തിലൊരു കഥാപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അതിലുള്ളൊരു വരി ഇങ്ങനെയായിരുന്നു: കറുത്ത പ്രഭാതമേ വന്നതെന്തിന് കരുത്തന്റെ മരണം കാണുവാനോ. സോ ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നൊക്കെയായിരുന്നു ഈ ഉദ്ധം സിംഗിനെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളും എഴുത്തുകളും ഒക്കെ. സോ ഭഗത് സിംഗിനോളം അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലെ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു വീര ഒരു മാർട്ടിയറാണ് നമ്മളുടെ ഈ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രിലിംസ് ക്വസ്റ്റൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഏരിയയാണ് യുദ്ധം സിംഗിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. ഓപ്പൺ എഡിറ്റോറിയൽ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് പോലീസ് മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഡേർട്ടി ഹാരീസ് ഷാഡോ. എന്താണ് ഈ ഡേർട്ടി ഹാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡേർട്ടി ഹാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയോ ഒരു TV സീരീസോ ആണ്. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഡേർട്ടി ഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിലാൻറ്റിസം, അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു രീതിയിലല്ല കേസുകൾ അന്വേഷിക്കുന്നത്. ആൾക്കാരെ ഇടിച്ചും തൊഴിച്ചും അങ്ങനെയൊക്കെ, അതായത് ഒരു ഉത്തമനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല ഈ ഡേർട്ടി ഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹാരി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അതൊരു TV സീരീസ് ആയിരുന്നു. 1974 or 75 ഉണ്ടായിരുന്ന ഒരു TV സീരീസ് ആയിരുന്നു. സോ ഈ ആർട്ടിക്കിളിൽ ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേർട്ടി ഹാരിയിൽ നിന്ന് മാറണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? പോലീസിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രശ്നങ്ങളാണ്. എന്താണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ? പെർട്ടിക്കുലർലി നമ്മുടെ കസ്റ്റോഡിയൽ ഡെത്ത് ആണ് ഇവിടെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളിൽ കുറ്റം തെളിയിക്കാൻ വേണ്ടി ഇടിച്ച് നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ആഴ്ചയിൽ 3 പേരെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനെ കസ്റ്റോഡിയൽ ഡെത്തുമായി ബന്ധപ്പെട്ട് മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ കഥയെല്ലാം അറിയാനായിട്ട് പറ്റും, കാരണം ന്യൂസ് നിങ്ങൾ ഡെയിലി വായിക്കുന്ന ഒരാളാണല്ലോ. സോ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കേസ് ലോ ഉണ്ട്. ഡി കെ ബാസു കേസ് ഓഫ് 1992. അതിന്റെ വിധി വരുന്നത് 1997-ലാണ്. 92-ൽ തുടങ്ങുന്ന കേസിന്റെ വിധി വരുന്നത് 1997-ലാണ്. സോ ഡി കെ ബാസു കേസ് എന്നാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതിൽ എങ്ങനെയായിരുന്നു ഈ കസ്റ്റോഡിയൽ ഡെത്ത് തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റോഡിയൽ വയലൻസ് തടയുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ ഒരു ഡയറക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം പ്രൊസീജിയർ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഈ കേസ് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഏത് കേസാണ്? ഡി കെ ബാസു കേസ് ഓഫ് 1997. സ്റ്റാർട്ട് ചെയ്യുന്നത് 1992-ലാണ്. ദെൻ 1997-ലാണ് ഇതിന്റെ വിധി വരുന്നത്. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, അമെൻമെന്റ് ടു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഡൈല്യൂട്ട് ക്രൂഷ്യൽ റൈറ്റ്സ്. അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നാ കൊണ്ടുവന്നേ? 2005 കൊണ്ടുവന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലെ ചില അമെന്റ്മെന്റുകൾ വരുത്താൻ പോകുന്നു. ഡയറക്ട്ലി അല്ല ഈ അമെന്റ്മെന്റുകൾ വരുത്തുന്നത്. അതായത് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 പാസ്സായിട്ടുണ്ട്. ഫേമസ്ലി കോൾഡ് ദ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിൽ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് ടു ഇൻഫോർമേഷനെ ഇൻഫ്രിഞ്ച് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് അനദർ പ്രോബ്ലം. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ആർട്ടിക്കിൾ, ലാസ്റ്റ് ആർട്ടിക്കിൾ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് റഷ്യാസ് എർത്ത് ക്വേക്ക് ട്രിഗേഴ്സ് സുനാമി വേവ്സ് ഇൻ ജപ്പാൻ. അതായത് കഴിഞ്ഞ ദിവസം റഷ്യയിൽ എനിക്ക് തോന്നുന്നു 8.7 റിച്ചർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു എർത്ത് ക്വേക്ക് വന്നു. സോ ഒരു ഹ്യൂജ് എർത്ത് ക്വേക്ക് തന്നെയാണ് റഷ്യയിൽ അലയടിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ജപ്പാനിലും USA-യിലും എന്ത് വന്നു, സുനാമി വേവ്സ് പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. സോ അതൊരു ഗ്ലോബൽ ജിയോഗ്രഫിക്കലി ആൻഡ് എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്? എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്. കൺവേർജൻസ്, ഡൈവേർജൻസ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി? ആൽഫ്രഡ് വെഗ്നർ ആണല്ലോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അതിനുശേഷം എങ്ങനെയാണ് കൺവെൻഷണൽ കറന്റ് ഹൈപ്പോത്തിസിസ് വന്നത്, അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൽ ഒരു അരമണിക്കൂർ എടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്. അവിടെ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ്. ഒന്ന് കൺവെർജൻസ്, ഈ പ്ലേറ്റ് ബൗണ്ടറീസ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, എർത്ത് ക്വേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ ഈ പ്ലേറ്റ് ബൗണ്ടറീസ് തമ്മിൽ എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യുന്ന സമയങ്ങളിലും എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, എർത്ത് ക്വേക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ദെൻ എങ്ങനെയാണ് സുനാമി ഉണ്ടാകുന്നത്? സുനാമി ഈസ് ആൻ എക്സ്റ്റൻഷൻ, അതായത് നമ്മളുടെ വെള്ളത്തിന്റെ അടിയിൽ എർത്ത് ക്വേക്കുകൾ സംഭവിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേവുകളെയാണ് സുനാമി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ അതും കൂടി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, സോ ടൈമിന്റെ കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ന്യൂസുകൾ മാത്രം പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോയിട്ടില്ല. കാരണം ഇതൊരു വൈകിയ വേളയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. സോ ഇന്നലത്തേന് ഒരു ബ്രേക്ക് വരണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലത്തെ ന്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യും. ആരും പേടിക്കേണ്ട, നമ്മൾ ഇന്നത്തെ ന്യൂസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ന്യൂസ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.